തിരുവനന്തപുരം കൊക്കോട്ടേലയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം. മദ്യലഹരിയിലെത്തിയ വാർഡ് മെമ്പറുടെ സഹോദരനും സംഘവും മർദ്ദിച്ചതായാണ് പരാതി. ശ്രീകാന്ത്, മിഥുൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഉത്സവത്തിന് ഗാനമേള കണ്ടു മടങ്ങവെയായിരുന്നു മർദ്ദനം. നമ്മള് പുത്തൂഴി ക്ഷേത്രത്തിൽ കാവടി ഘോഷയാത്രയിൽ പിറ്റേ ദിവസം നമ്മള് പരിപാടി കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ കമ്പിപ്പാലത്തിന്റെ ഇടയ്ക്ക് വെച്ച് ആറിനാട് പോണ പരുത്തിപ്പള്ളി കുറ്റിച്ചിരുന്ന് ആറിനാട് പോണ റൂട്ടിൽ കമ്പിപ്പാലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അണിയലിലൂടെ പാലം. അപ്പൊ ഈ കമ്പിപ്പാലത്തിന്റെ അവിടെ വെച്ച് എന്റെ അനിയ ചെറുക്കന്മാര് നടന്നു വരികയായിരുന്നു. അപ്പൊ ഞാൻ അനിയ ചെറുക്കന്മാരെ ചേർത്തിടാ ഇത്ര നേരമായിട്ട് വീട്ടിൽ പോയില്ലേന്ന് കേട്ടു. ഞാൻ വണ്ടി പയ്യെ ചവിട്ടി. അപ്പൊ എൻ്റെ അടുത്ത് അനിയൻ ചേട്ടൻ പറഞ്ഞു ചേട്ടാ നമ്മളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് കേട്ടു. അപ്പൊ പറഞ്ഞേട്ടാ നമ്മളിപ്പോ തന്നെ ഞാൻ എന്റെ വാന്റെ മോനുകൊണ്ട് എങ്ങനെ കൊണ്ടുവരുന്ന കേട്ടു. അപ്പൊ തന്നെ ഒരു ഇനോവ കാർ വന്ന് നമ്മളെ വണ്ടിക്ക് നേരെ ബ്ലോക്ക് ചെയ്ത് നീയൊക്കെ ആരുടാന്ന് കേട്ടു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പരിപാടി കണ്ടിട്ട് പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പറഞ്ഞു തീരുന്ന മുമ്പേ ഇടി തുടങ്ങി. എന്റെ കണ്ണിലിട്ടാണ് ആദ്യം ഇടിച്ചത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇടിക്കരുത്, നമ്മളെ അനിയും പയ്യന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം, വേറെ ഒരു പ്രശ്നമില്ല. ഇടിച്ച് എന്റെ വായിക്കകത്ത് വിളിച്ച് വായിൽ നിന്ന് ബ്ലഡ് വന്നു. അപ്പൊ എന്റെ ചേട്ടൻ മാമന്റെ മോനായിരുന്നു, അവന്റെ വായിൽ നിന്ന് ബ്ലഡ് പറഞ്ഞു, അവനെ ഇടിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാനല്ലേ അവനെ അടിച്ച്, ഞാൻ അവനെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു. കാറിനകത്ത് വിളിച്ച് കയറ്റി. ഒരു ഇനോവ കാറിലാണ് വിളിച്ച് കയറ്റി. KL 44 വണ്ടി നമ്പർ എന്റെ ഫോണിലുണ്ട്. 44 രജിസ്ട്രേഷനാണ്. എവിടെയാണെന്ന് എനിക്ക് അറിവുണ്ട്. അപ്പൊ വണ്ടിക്കകത്ത് വിളിച്ച് കയറ്റിയിട്ട് ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞ് എന്നെ ആദ്യം വിളിച്ച് കയറ്റി.